ആദ്യമായി 10th ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാന നിമിഷത്തിലേക്കുള്ള പ്രിപ്പറേഷൻ വലിയൊരു ടാസ്ക് തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജൂനിയേഴ്സോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ആദ്യം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അതും 10th അപ്ഡേറ്റഡ് സിലബസ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു മനസ്സിലാക്കുന്ന കാര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ +1 +2 സിലബസ് എന്ന് പറയുന്നത് ഇതുക്കും മേലെയാണ് മക്കളെ. അപ്പോൾ വളരെയധികം ഹ്യൂജ് സിലബസ് ആണ്. വളരെ കുറഞ്ഞ സബ്ജക്ട്സേ നമ്മളുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത്യാവശ്യം ലോങ് ആയിട്ട് ഇപ്പോൾ മാത്സ് എടുത്താലും ഫിസിക്സ് എടുത്താലും ബയോളജി കെമിസ്ട്രി എടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ +1 +2 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. സോ അതുകൊണ്ട് ആദ്യം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിയാൽ മാത്രമേ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് +1 ബോർഡ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡിലേക്ക് വരാം. പ്രോപ്പറായ എക്സാം പാറ്റേൺ ആദ്യം തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. സോ ഒട്ടും സമയം കളയാതെ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. കാരണം ആദ്യം തന്നെ നിങ്ങളിപ്പം സയൻസ് ചൂസ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അഗ്നി ബാച്ചിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിക്ക് എല്ലാ തരത്തിലുള്ള ക്ലാസ്സസ് തരുന്നുണ്ട്, എക്സാംസ് തരുന്നുണ്ട്, മെറ്റീരിയൽസ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാം ആദ്യം തൊട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രം ദ വൺ നമ്മൾ ബിഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഒന്നിച്ച് നമ്മുടെ ഈ ഒരു അഗ്നി ബാച്ചിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വരിക. അടിപൊളിയായിട്ട് പഠിക്കാം, നല്ല റിസൾട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പം all the very best.